പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ഡിവൈഎഫ്ഐക്കാർ തന്നെ ആക്രമിച്ചു. അദ്ദേഹം വെന്റിലേറ്ററിൽ അത് ഗുരുതരാവസ്ഥയിലാണ്. ഇത് മറ്റൊരു ടി.പി. ചന്ദ്രശേഖരനെ സൃഷ്ടിക്കാനുള്ള ശ്രമമല്ലേ? വളരെ എന്താ പറയുക, വളരെ കണ്ണിങ് ആയ അല്ലെങ്കിൽ വളരെ പ്രസക്തമായ ചോദ്യമാണെന്ന് പറയാം. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ CPM-ന്റെ അടിത്തറ തന്നെ തോണ്ടിക്കളഞ്ഞേക്കാവുന്ന തരത്തിലുള്ള ഒരു വിഷയമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് എന്ന് പറയുന്നത്. വടകരയിലെ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാവായിരുന്ന, CPM-ന്റെ സമുന്നതനായ നേതാവായിരുന്ന TP ചില അഭിപ്രായ വ്യത്യാസങ്ങളാൽ പാർട്ടിക്ക് പുറത്തു പോവുകയും അവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുകയും RMB എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയും അതിനുശേഷം അവിടെ ഏറാമല പഞ്ചായത്തും മുഞ്ചിയം പഞ്ചായത്തും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് TP ഇല്ലാതാക്കാൻ വളരെ ശക്തമായ ഗൂഢാലോചന നടത്തി ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായി 52 വെട്ടുവെട്ടി TP-യെ കൊല്ലുന്നത് നമുക്കറിയാം. അതിന്റെ കൂടെ ഈ പറയുന്നത് പോലെ CPM-ന്റെ പല ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ നടക്കുന്നു എന്ന ആരോപണം വന്ന, നമുക്കറിയില്ല, ആ ആരോപണം വന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഭരണം പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് TP-യെ ഇല്ലാതാക്കിയത് എന്നുള്ള ചർച്ചയും അന്തരീക്ഷത്തിൽ വളരെ സജീവമാണ്. അത് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു TP-യെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്ന് ദേവിക എന്നോട് ചോദിച്ചതുപോലെ സംശയിക്കാവുന്ന ഒരു കാര്യം ഇപ്പോൾ പാലക്കാട് സംഭവിച്ചിട്ടുള്ളത്. അതായത് അവിടെ സംഭവിച്ച കാര്യം, അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് വാണിയംകുളത്തെ ബ്ലോക്ക് സെക്രട്ടറി, അതായത് വാണിയംകുളം ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്കിന് കീഴിൽ വിനേഷ് വാണിയംകുളം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ, മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഇട്ടൊരു പോസ്റ്റാണ്. മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവിടുത്തെ വാണിയംകുളം മേഖലാ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ വാണിയംകുളം മേഖലാ കമ്മിറ്റി മറ്റൊരു മേഖലാ കമ്മിറ്റിയിലേക്ക് മാറ്റിയിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ യൂണിറ്റ് മറ്റൊരു മേഖലാ കമ്മിറ്റിയിലേക്ക് മാറ്റിയപ്പോൾ അതിന്റെ മേഖലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്നു. അങ്ങനെ മേഖലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഈ പറയുന്ന വിനേഷ് ഈ സംഘടനാപരമായി മാറ്റിയതിനെതിരായിക്കൊണ്ട് ചില പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കുകയും അത് രാഷ്ട്രീയപരമായി ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിനിടയിൽ ഒരു വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വാണിയംകുളം മേഖലയ്ക്കകത്ത് നിലനിന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ വാണിയംകുളം ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് ഈ മുൻപേ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഈ വിനേഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ വിനേഷ് ശക്തമായി പ്രതികരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അതിക്രൂരമായ നിലയിൽ അദ്ദേഹത്തെ ഒരു പറ്റം ഡിവൈഎഫ്ഐക്കാർ അതിക്രൂരമായി മർദ്ദിക്കുകയും തലയ്ക്കുൾപ്പെടെ മർദ്ദിച്ച് കൊല്ലാൻ വേണ്ടി തന്നെയുള്ള മർദ്ദനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായ കമ്പി വടി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് രക്തത്തിൽ കുളിച്ച് കിടന്ന വിനേഷിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ വളരെ ഗുരുതരമായ പരിക്കുകളോടെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ വിനേഷ് ഉള്ളത്. നോക്കൂ എത്രമാത്രം, അതായത് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ, സംഘടനയ്ക്ക് ഉള്ളിലുള്ള അഭിപ്രായങ്ങൾ ഒക്കെ പറയുമ്പോൾ അയാളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സംവാദം എന്ന് പറയുന്നത്, ഇപ്പം ഞാനും ദേവിയും തമ്മിൽ ഒരു എന്തെങ്കിലും വിഷയത്തിൽ ഒരു തർക്കമുണ്ടെങ്കിൽ അത് തർക്കിച്ച് ജയിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ സംസാരിച്ച് ഒഴിവാക്കേണ്ട കാര്യമാണ്. അതിനെയാണ് ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നത്. CPM-നകത്ത് ഡിവൈഎഫ്ഐക്കകത്ത് ഏതെങ്കിലും തരത്തിൽ സംഘടനാപരമായി എന്തെങ്കിലും ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞാൽ അയാളെ വിരുദ്ധനാക്കും. ആദ്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കും, കുലംകുത്തിയാക്കും, അതിനുശേഷം അയാളെ ഒറ്റപ്പെടുത്തും. അതെ, ഒറ്റപ്പെടുത്തും. അവസാനമാണ് ഇതാക്കുന്നത്. ഈ പറഞ്ഞ കാര്യം രക്തസാക്ഷിയാക്കുന്ന പറഞ്ഞ കാര്യം അല്ല, അതെ, രക്തസാക്ഷിയാക്കുന്ന ഏറ്റവും അവസാനമാണ്. ആദ്യം ഇവർ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവർ പറയുന്ന കാര്യം ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കുറെ അധികം ആളുകളെ കൊണ്ട് കൂട്ടമായി ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അവരെ കള്ളപ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ വിനേഷിനെതിരെ നടന്നിട്ടുള്ളത്. നോക്കൂ എത്രമാത്രം ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ട്. പാർട്ടിക്കെതിരെ സംസാരിക്കാൻ പാടില്ല, ഡിവൈഎഫ്ഐക്കെതിരെ സംസാരിക്കാൻ പാടില്ല. പറയുന്ന ന്യായീകരണങ്ങൾ നമ്മൾ അത്ഭുതപ്പെടും. എത്രയോ അധികം കോൺഗ്രസ് പ്രവർത്തകരെ, BJP പ്രവർത്തകരെ ഒക്കെ അവരവർ തന്നെ കൊന്നിട്ടില്ലേ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുക. മറുപടിയായിട്ട് ചോദിക്കുന്നതാണ്. ആലോചിക്കണം, ഞങ്ങൾ ചെയ്തു, നിങ്ങളും ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു. ഇതാണോ ന്യായം? TP ചന്ദ്രശേഖരനെ അതിക്രൂരമായി വെട്ടിക്കൊന്നതിന് ശേഷം വടകര ലോക്സഭ പിന്നീട് CPM-ന് കിട്ടിയിട്ടില്ല. എന്നിട്ടും
CPM-ന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വടകരയ്ക്ക് ശേഷം പാലക്കാട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും CPM-ന്റെ അണികൾ സ്വതന്ത്രമായി ചിന്തിക്കുകയോ സ്വതന്ത്രമായി ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയുകയോ ചെയ്യുകയാണെങ്കിൽ അയാളെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത്, എങ്ങനെയാണ് അയാളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ടത്, ഇത്തരത്തിലുള്ള വിശദമായ ഒരു പ്ലാനും പഠനവും ഒക്കെ ഇവർ നടത്തും. മറ്റു കാര്യങ്ങളിലൊന്നും ഇവർ പഠനം നടത്തില്ല. മുഖ്യമന്ത്രി ഏതെങ്കിലും ശാരീരിക വൈകല്യമുള്ള ആളെ അപമാനിച്ച ഇവർക്ക് പ്രശ്നമില്ല. ഏതെങ്കിലും തരത്തിൽ ഇവിടെ അഴിമതി നടത്തിയവർക്ക് പ്രശ്നമില്ല. ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയവർക്ക് പ്രശ്നമില്ല. ജനങ്ങളുടെ നിത്യോപയോഗം അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടി പൊറുതിമുട്ടുന്നതിന്റെ പ്രശ്നം കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടില്ല. ഹോസ്പിറ്റൽ ഇഷ്യൂസ് സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ഗവൺമെന്റ് ആശുപത്രികൾ ഉൾപ്പെടെ ഈ ചികിത്സാ പിഴവ് മൂലം, മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം മരണപ്പെടുന്ന പാവപ്പെട്ട രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് ചികിത്സാ പിഴവ് എന്ന് പറയുന്നത് കേട്ട് മടുക്കുന്ന ഒരു സാഹചര്യം. കൈ മുറിക്കേണ്ടടുത്ത് കാല് മുറിക്കുക, ഇടത്തെ കാലിന് സർജറി ചെയ്യേണ്ടടുത്ത് വലത്തെ കാലിന് സർജറി ചെയ്യുക, ഒരു കാലിന് ചെറിയ പൊട്ടുമായി വന്ന ഒരു മനുഷ്യന്റെ വിരല് തന്നെ 4 വിരലുകൾ മുറിച്ചു മാറ്റി കളയുക. ഒരു ദിവസം, അതായത് നമ്മുടെ വയറിലെ കൊഴുപ്പ് നീക്കാൻ വേണ്ടിയുള്ള ശസ്ത്രക്രിയ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ശസ്ത്രക്രിയ തുടങ്ങിയിട്ട് ഒരു ദിവസം ഏകദേശം 25 കിലോ കൊഴുപ്പ് നീക്കുക. അയാൾ മരിച്ചു പോയിട്ട് അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാതിരിക്കുക. തുടങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പല മെഡിക്കൽ കോളേജുകളിലും ഈ പറയുന്ന ഗർഭസ്ഥ ശിശുവും അമ്മയും കൊല്ലപ്പെടുന്ന, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന തന്നെയാണ് പറയേണ്ടത്, മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. ഡോക്ടർമാർ രോഗികളോട് പെരുമാറുന്നത് ഞങ്ങൾ എന്തോ യജമാനന്മാരാണ് എന്നുള്ള മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ വന്ന് ട്രീറ്റ് ചെയ്ത് പോകാം എന്ന നിലയിലാണ് ഇപ്പോ സർക്കാർ ആശുപത്രികളിലൊക്കെ ഉള്ള പെരുമാറ്റം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും ഇപ്പോൾ ഡിവൈഎഫ്ഐക്ക് പ്രതിഷേധമില്ല. ഇക്കൊല്ലത്തെ ഒരു കാര്യത്തിനും ഇവരുടെ ഈ യുവജന സംഘടനയ്ക്ക് ഒന്നും പറയാനില്ല. പക്ഷെ ആളുകളെ അടിക്കാനും കൊല്ലാനും ഒക്കെയുള്ള സജീവമായ ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ട്, അതാണ് വിനേഷിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. സ്വന്തം കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അതായത് പാതിരാത്രിക്ക് ആളില്ലാത്ത സമയത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഏതെങ്കിലും സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി വണ്ടി തടഞ്ഞ് അടിച്ച് തലക്കടിച്ച് ഒന്നുകിൽ മരിക്കണം അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കരുത് എന്ന നിലയിലേക്ക് ആക്കി കളയുന്ന ക്രൂരതയുടെ പര്യായമാണ് ഇപ്പോ നമ്മൾ പാലക്കാട് വിനീഷിന്റെ കാര്യത്തിൽ കണ്ടത്. അപ്പോ മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം, അതായത് ശ്രദ്ധിക്കേണ്ടത് സഖാക്കൾ തന്നെയാണ്. ഇതാണ് പലപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ CPM-ന്റെ സൈബർ സഖാക്കൾ ഒന്നും തന്നെ ചില കാര്യങ്ങളൊന്നും പ്രതികരിക്കാത്തത്? പിണറായി വിജയൻ പറയുമ്പോൾ എന്താ ഇവർ പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ ഈ അഴിമതിക്കെതിരെ എന്താ പ്രതികരിക്കാത്തത് എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കതിന്റെ ഉത്തരം ഇപ്പോഴാണ് കിട്ടുന്നത്. കാര്യം, സ്വന്തം ജീവനിൽ കൊതിയില്ലാത്ത ഒരു സഖാവ് ഉണ്ടാവില്ലല്ലോ. നമുക്കിങ്ങനെ ചോദിച്ചാൽ മതി, അവരുടെ ജീവനിൽ കൊതി അവർക്കാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ കാര്യം നടക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉഡായിപ്പ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറിയിരിക്കുകയാണ്. ഇത് അപലപിക്കപ്പെടേണ്ട ഒരു സംശയമില്ല കാര്യത്തിൽ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അത് എതിരഭിപ്രായം പറഞ്ഞാൽ, രാഷ്ട്രീയ വിരുദ്ധാഭിപ്രായം പറഞ്ഞാൽ അയാളെ തല്ലിക്കൊല്ലുക എന്നുള്ളതാണോ നീതി? ഒരു കാലത്ത് CPM ഒലിച്ചു പോവേണ്ടടുത്ത് നിന്ന് എത്തിപ്പെട്ടത് മറ്റു ചില ഇടപെടലിന്റെ പുറത്തൊക്കെയായിരുന്നു. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങളാണ്. അതിന്റെ മറുപടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും.